മന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലുന്ന KSUക്കാരുടെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് മന്ത്രിയെ ആക്രമിക്കുന്ന KSUക്കാരുടെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വിടുന്നവർക്ക് കുഴിമന്തി ചലഞ്ചുമായിട്ട് KSU വന്നു. അതേപോലെ തന്നെ സ്വർണ്ണമാല കൊടുക്കുന്ന ഒരു ചലഞ്ചുമായിട്ട് യൂത്ത് കോൺഗ്രസും വന്നു. അപ്പോൾ സമരങ്ങളുടെ മറ്റൊരു മുഖമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കാരണം CPM കൊടുക്കുന്ന ഒരു പൊള്ളയായിട്ടുള്ള ഒരു അജണ്ട. നമുക്കറിയാം ആരോഗ്യമന്ത്രി എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് പോയതെന്ന്. ചിലപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാക്കിയ ഒരു കഴുത്തുള്ള കാര്യം, കാരണം അത്രയും സംഘർഷങ്ങൾ നടക്കുന്ന വേളയിൽ പോലീസ് എല്ലാം കൂടെ അവരെ ചുറ്റിനും പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാവാം. പക്ഷേ അത് KSUക്കാർ കാരണമാണ്, അല്ലെങ്കിൽ KSUക്കാർ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ വിഷയം വരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് KSUക്കാരെ അറസ്റ്റ് ചെയ്തു പോകുന്ന സാഹചര്യത്തിൽ അവിടെ മന്ത്രി ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആർക്കാണ് ഇവിടെ ഷോ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിനുശേഷം കണ്ണൂർ നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങളുടെ ഒരു കാലമായിരുന്നു. സംഘർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യം. അതേപോലെ തന്നെ കരിങ്കൊടി കാണിച്ച KSUക്കാരന്റെ വീടിന് നേരെ ബോംബ് എറിയുന്ന ഒരു രാഷ്ട്രീയം നമ്മൾ കണ്ടാണ്.